ഗെയ്സ്, നമ്മൾ റോസ്മലയ്ക്ക് പോവാണ് കേട്ടോ, റോസ്മല. അപ്പോൾ നമ്മൾ കൊല്ലമെല്ലാം കണ്ട് തീർക്കുവാണ് കേട്ടോ. ഞാനിതുവരെ റോസ്മലയ്ക്ക് വന്നിട്ടില്ലായിരുന്നു. ഞാൻ കുറേ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, റോസ്മലയുടെ വീഡിയോസൊക്കെ. അപ്പം അന്നൊക്കെ ഞാൻ ഓർത്താ റോസ്മലയ്ക്ക് വരണമെന്ന് ഇടയ്ക്കൊക്കെ. ഗെയ്സ്, ഞാനിതുവരെ റോസ്മലയ്ക്ക് വന്നിട്ടില്ല കേട്ടോ. റോസ്മല എന്ന് ഞാനിത് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ റോസ്മലയും കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. റോസ്മല കണ്ടിട്ടില്ലാത്ത ആൾക്കാരും കണ്ട ആൾക്കാരും കണ്ടിട്ടുള്ള ആൾക്കാരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഫുള്ള് കണ്ടോ. ഞാൻ ആദ്യത്തെ റോഡ് കണ്ടപ്പോൾ അടിപൊളി റോഡായിരിക്കും ഓർത്ത്, പക്ഷേ ഫുൾ ഓഫ് റോഡാണ് കേട്ടോ. ഫുള്ള് പോയി കിടക്കുന്ന റോഡാണ് എൻ്റെ പൊന്നോ. ഇങ്ങനെ ആണെങ്കിൽ പെട്ടുപോകും. അഴുക്ക് റോഡാണ് കേട്ടോ. 10 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പെട്ട് പോകത്തേ ഉള്ളൂ നമ്മൾ. ഫുള്ള് വഴി പോയി കിടക്കുവാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പോയി കിടക്കുവാണേ. ഇത്ര ബോട്ടുണ്ടായിരുന്നു കേട്ടോ. ദൈവമേ, അങ്ങോട്ട് നല്ല വഴിയായിരിക്കണേ. കുഴപ്പമില്ല, ഇപ്പോൾ രക്ഷപ്പെട്ട്. എല്ലാം കാണുമോ? എനിക്ക് പിന്നെ ദാഹിക്കുന്നു. രാവിലത്തെ രാവിലെ ഒന്നും കഴിച്ചില്ല. അതിന് രാവിലെ 2 ദോശയല്ലേ കഴിച്ചുള്ളൂ. പിന്നെ ഇത്രയും ദാഹിക്കുന്നത് ഈ ചൂടിൻ്റെതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഭയങ്കര ദാഹം. ഇടയ്ക്ക് നല്ല വഴി വരും, ഇടയ്ക്ക് അഴുക്ക് വഴി വരും, ഇടയ്ക്ക് നല്ല ഓഫ് റോഡ് വരും. 2-3 പേര് ബൈക്കേ വന്നിട്ട് തിരിച്ച് ഇറങ്ങിപ്പോകുന്നു. ഓഫ് റോഡ് വഴി കൊള്ളത്തില്ലായിട്ട് വണ്ടിയെ തിരിച്ച് പോവുക, വണ്ടി തിരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കയറി പോകുന്നു. അത് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് തോന്നുന്നത്. ആ വഴിയൊക്കെ കയറി പോകാനുള്ളതേ ഉള്ളൂ. ബൈക്കൊക്കെ സുഖമായിട്ട് കയറി പോരും. എൻ്റെ കൂടെ വന്ന പുള്ളി അങ്ങ് ചെന്നോ. എവിടെയാ റോസ്മല? നമ്മൾ തെങ്കാശി കറങ്ങി വരുന്ന വഴിക്ക് കണ്ടപ്പം കയറിയതാണ് കേട്ടോ. ഇവിടെ അടുത്താണെന്ന് അറിഞ്ഞപ്പോൾ കയറാൻ വേണ്ടി ഉള്ളൊരു പ്ലാനിട്ട് അങ്ങനെ കയറിയതാണേ. ഇത് വനമാണ് കേട്ടോ, 2 സൈഡും വനമാണേ. കിടിലൻ വൈബാണല്ലോ. അയ്യോ, അങ്ങോട്ട് നോക്കിയാൽ അന്യായം. സൂപ്പർ വ്യൂ അല്ലേ? സോളാർ വേലിയാ. പോവാം. ഇവിടുന്ന് ഇനി ഒത്തിരി ഉണ്ടോ ഇനി? പോട്ടെ. വാ.
ചെല്ലുമ്പോൾ കടമെല്ലാം കണ്ടാൽ മതിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. പിന്നെ കാടിൻ്റെ നടുക്കൂടെ വഴി പോകുന്നത്. ഒരു രക്ഷയില്ല. ഈ ഭാഗത്തെ കാടെല്ലാം തെളിച്ചിട്ടേക്കുവാന്ന് എനിക്ക് തോന്നുന്നു. മൊത്തം മരങ്ങളൊക്കെ പിടത്തിയിട്ടേക്കുന്ന സ്ഥലമാണ് അതൊക്കെ. ബാക്കി ഇങ്ങോട്ട് നോക്കി, ഇത് ഫുള്ള് കാടാണ്. അന്യായ കാട്. വേറൊരു വൈബ് കേട്ടോ. ഇത്രയും വെയിലുണ്ടെങ്കിലും ഉണ്ടല്ലോ, നല്ല തളർത്ത് നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ട് ഈ കാടിന്. ഇന്നലത്തെ മഴയുടെ ആയിരിക്കും. ഇന്നലെയൊക്കെ ഇവിടെ മഴ പെയ്തൊന്നും അറിയത്തില്ല കേട്ടോ. ഇന്നലെ ഇവിടെ മഴ പെയ്തതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. കാട്ടിലൊക്കെ തെങ്ങ് നിൽക്കുന്ന വലിയ തെങ്ങ്. ഇനി തെങ്ങ് തന്നെയാണോ വേറെ മരങ്ങളാണോ എന്നറിയത്തില്ല. എന്നാലും ഈ വഴി കൊള്ളാം കേട്ടോ, രസമുണ്ട്. അവിടുത്തെ ആദ്യത്തെ ഓഫ് റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇങ്ങോട്ട് നല്ല കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങളാരെങ്കിലും ഈ റോസ്മലയിലൊക്കെ വന്നിട്ടുണ്ടോ? റോസ്മലയിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനെന്തായാലും ഫസ്റ്റ് ടൈമാണ് റോസ്മലയ്ക്ക്. കൊള്ളാം കേട്ടോ, അടിപൊളി വഴിയാണേ. ഇങ്ങോട്ട് കയറും തോറും തണുപ്പുണ്ടേ. ചീവീടിൻ്റെ ശബ്ദം കേട്ടോ. ഇങ്ങോട്ട് കയറും തോറും തണുപ്പുണ്ട് ഗെയ്സ്. അമ്പോ കിടിലം വഴി. അയ്യോ, ഇത് കിടിലം വഴിയാണ് കേട്ടോ. വേറൊരു ഫീലാണേ. ഈ വഴിയൊക്കെ ചെറിയ വഴിയാണ്, ആരോ വഴിയാണ് കേട്ടോ. വരുന്നൊരു സാധനം ഞാൻ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ കടുവയുടെ കാര്യം മനസ്സിൽ ആലോചിക്കാതെ, പുലിയുടെയൊക്കെ നമ്മളിങ്ങനെ വിട്ടടിച്ച് വരുമ്പോൾ ഇത് കണ്ടില്ലേ, കാടാ. ഇതുണ്ടോ, അന്യ കാടാ. കാടിനിടയിൽ കൂടെ വഴി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, വല്ല പുലിയോ കടുവയോ വല്ലതും വന്നിരുന്നത് നമ്മളെ പിടിക്കുമല്ലോ എന്ന്. അപ്പോഴാണ് ആ ഓട്ടോ വരുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ മോനെ, കിടിലൻ റൂട്ട് കേട്ടോ. സൂപ്പർ റൂട്ടാണേ. അമ്പോ കിടിലൻ, വല്ലാത്തൊരു ഫീല്. രാജാത്തോട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അയ്യോ കിടിലൻ റൂട്ട്. ഓ, ഇത് പൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് എപ്പോഴാണ്? ചോറിനുന്ന സമയത്താണോ? എൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. ഞങ്ങളെ വീട്ടിൽ ടി വിക്കകത്ത് യൂട്യൂബ് ചാനൽ വെച്ചിട്ട്, നിൻ്റെ ചാനൽ വെച്ചിട്ടാണ് എല്ലാവരും ചോറിനുന്നത് എന്ന്. എല്ലാ ദിവസവും ചോറിനുന്ന സമയത്ത് നിൻ്റെ ഒരു വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന് എന്നോട് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് ചോറിനപ്പോൾ ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഇതെല്ലാം റോസ്മലയ്ക്ക് പോയിട്ട് വരുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് പെട്രോൾ ഉണ്ടോയെന്ന്, പെട്രോൾ കുറവാണ് കേട്ടോ. തിരിച്ച് ചെന്നാൽ മതിയായിരുന്നു. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ ഈ വഴിയൊക്കെ. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. എത്ര നേരം നല്ല ചൂടല്ലായിരുന്നോ? അപ്പം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പ്. നല്ല കാടിനകത്തായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല തണുപ്പ് കേട്ടോ. നല്ല സൂപ്പർ തണുപ്പ്. അതെന്നാന്നറിയോ, ഇത്ര നേരം ഭയങ്കര ചൂടത്തല്ലേ വണ്ടി ഓടിച്ചേ. തെങ്കാശിയിലൊക്കെ എന്നാ കൂടിച്ച ചൂടാ. അവിടെ നിന്ന് ഇതിനകത്തോട്ട് വന്ന് കയറിയപ്പോൾ നല്ലൊരു കൂളിങ് ഫീൽ ചെയ്യുന്നത്. വണ്ടിക്കൊക്കെ ആണേലും നല്ലതാണ് കേട്ടോ. തണുത്ത കാറ്റടിക്കുമ്പോൾ വണ്ടിയൊക്കെ ഒന്ന് കൂളാവും. ഈ ടാങ്കിലൊക്കെ ഇപ്പോഴും ചൂടുണ്ട് കേട്ടോ. തണുത്ത കാറ്റടിക്കുന്നുണ്ട് എന്തായാലും. ഇനി എത്ര കിലോമീറ്റർ പോകാനുണ്ടെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. മനു പോട്ടുണ്ട്. മനു ആണ് എന്നെ വിളിച്ചുകൊണ്ട് പോരുന്നത്. റോസ്മലയുണ്ട്, റോസ്മല കാണാമെന്ന് പറഞ്ഞു. പുള്ളി പോട്ടുണ്ട്. പുള്ളിക്കറിയാം എത്ര ദൂരമൊക്കെ ഉണ്ടെന്നിനി. എനിക്ക് യാതൊരു പിടുത്തമില്ല കേട്ടോ. നമുക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ നമുക്കറിയാം, പിന്നെ വളവ് കഴിഞ്ഞാൽ ഉടനെ സ്ഥലമാണേ. ഇതിപ്പോൾ യാതൊരു പിടുത്തമില്ല എവിടെയാണെന്നൊന്നും ഒരു പിടുത്തമില്ല. ഇത് കാടാ കേട്ടോ. രാവിലെ നമ്മൾ അച്ചൻകോവിൽ വഴി വന്ന ആ വഴിയില്ലേ, ആ സെയിം വൈബാണേ. അല്ലേ ആനയോ കടുവയൊക്കെ കാണേ. അവിടെ ആനപ്പിണ്ടോ അല്ലേ കിടന്നേ? എൻ്റെ പൊന്നെ, അവിടെ ആനപ്പിണ്ടോ കിടന്നേ? അതെനിക്ക് തോന്നിയതാണോ? ആനപ്പിണ്ടോ അല്ലേ കിടന്നേ?
ആ കൊള്ളാം അല്ലേ. നല്ല മഴയൊക്കെ ഉള്ള സമയത്താണ് നല്ല വെള്ളമായിരിക്കും അല്ലേ. നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും അങ്ങോട്ട് പോകാൻ. കൊള്ളാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു ഫ്രഷ് ഫീലും തോന്നുന്നത്. അതായത് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കിനും ആദ്യമായിട്ടുള്ള കാഴ്ചകളെ കാണുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീൽ തോന്നത്തില്ലേ. ആ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് ഇതിലെ കൂടി ഇപ്പോൾ വരുമ്പം. നമ്മൾ ആ അച്ചൻകോവിൽ വഴി പോയപ്പോഴും എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ ഒരു പുതിയ ഒരു കാഴ്ചകളും പുതിയ സ്ഥലങ്ങളും ഒക്കെ നമ്മൾ കവർ ചെയ്യുമ്പോഴത്തേക്കിന് അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇപ്പോൾ കുറേ ഓടിച്ച് പോകുന്നു കേട്ടോ മെയിൻ റോഡിൽ നിന്ന്. ഒരു 10-20 കിലോമീറ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നു, കാട്ടിനകത്തൂടെ തന്നെ. ചീവീടിൻ്റെ ശബ്ദം കേട്ടോ. അന്ത ഫീൽ നിങ്ങൾക്ക് പുരിയതാ. അതാണ് കാടിൻ്റെ ഫീല്. അമ്മ കിടിലൻ കാട്. ഇതൊക്കെ വാട്ടർ ക്രോസിങ് കേട്ടോ. മഴയുള്ള സമയത്താണ് അടിപൊളിയായിരിക്കും. പക്ഷേ മഴയുള്ള സമയത്ത് ഇതിലെ കൂടെ ഒക്കെ വരുന്ന റിസ്ക്കാണ് കേട്ടോ. അല്ല മണ്ണിടിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വള്ളിയാവും. കിടില്ല തന്നെ ഒരു മരം നിൽക്കുന്നുണ്ടോ. ഇതെന്തൊരു മരമാണ് ഇത്. ഇതേ കൂടെ വെള്ളം ഒഴുകുന്ന കേട്ടോ. താഴോട്ട് നോക്കി അവിടെ നമ്മൾ വലിയൊരു കാട്ടിനകത്തോട്ട് കയറി കേട്ടോ. അയ്യോ ഇതെന്നാ ഒരു ഇരുട്ടാന്ന് നോക്കിനത്. അയ്യോ ഇത് കിടില റൂട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കിടില റൂട്ട്. അമ്മോ ഇതൊക്കെ നേരത്തെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് കേട്ടോ. ഇതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നേ. എൻ്റെ പൊന്നു മോനെ ഇവിടെയൊക്കെ നേരത്തെ വന്ന് കാണേണ്ടതായിരുന്നു കേട്ടോ. ഷോ അയ്യോ ഒന്നും പറയാനില്ല. ഇത് വല്ലാത്ത റൂട്ടാണല്ലോ. ഇത് കൊടുങ്ങാണാണല്ലോ ബ്രോ. ഇത് കൊടുങ്ങാണാണല്ലോ. ആന പക്ഷെ വേറൊരു രസമുണ്ട് ഇതിനകത്ത് കയറിയിട്ട്. ഫുള്ള് പോയ റോഡാണ് കേട്ടോ. ഇന്ന് വണ്ടിയുടെ പണി തീരും. ഇത് കിടിലൻ റോഡും കിടിലൻ എക്സ്പീരിയൻസും ആണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതിലെ കൂടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ കമൻ്റ് ഇട്ട്. ഞാൻ പറയുമ്പോൾ ഓർക്കും ആൾക്കാർ തള്ളുന്നതാണ് ഓർക്കും. റോസ്മല അത് കിടിലമാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ ആ വ്യൂ കിട്ടിയില്ലേലും സാരമില്ല. ഈ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയ്ക്ക് ഒരു കിടിലൻ റൂട്ടാണ് കേട്ടോ.
ഇവിടെ ആനയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ആന ഉണ്ടെങ്കിലും ഇല്ലേലും എന്തായാലും ഈ റോഡ് എന്തായാലും ഗംഭീര റോഡായിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ആ ഓഫ് റോഡും പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് മടുപ്പായിരിക്കും, അങ്ങോരെ ഇങ്ങനെ ഓഫ് റോഡൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ഇതൊരു ഒന്നൊന്നര റൂട്ടും ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസും ആയിരുന്നു കേട്ടോ. അത് കിടിലമായിരുന്നു. കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ആ ഒരു ഭീകരത. കൊള്ളായിരുന്നു പരിപാടി കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. റോസ്മല കൊല്ലം ജില്ലയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, അതോ പത്തനംതിട്ടയാണോ? പത്തനംതിട്ട ആകാൻ വഴിയില്ല, കൊല്ലമായിരിക്കണം. റോസ്മല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി തിരിച്ചു പോകാൻ ഇതിപ്പോൾ 10-30 കിലോമീറ്റർ ഈ വന്നല്ലോ കാട്ടിൽ കൂടെയൊക്കെ. തിരിച്ചു പോകാൻ പെട്രോൾ ഉണ്ടോ? നമ്മൾ നല്ല ദൂരം വന്നിട്ടുണ്ട് ഇവിടുന്ന്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറിയില്ലേ, അവിടുന്ന് നല്ല ദൂരം ഇങ്ങോട്ട് ഉണ്ട് കേട്ടോ. റോസ്മല എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ തെങ്കാശിയൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കൊന്ന് കയറി നോക്കേ. തെങ്കാശിക്ക് പോകുന്നതിന് മുന്നേ ആളിലൂടെ കയറാം. എന്തായാലും റോസ്മല കയറിക്കോ. ഒന്നുമില്ല, ഒന്നും പറയാനില്ല. ഇനി അവിടുത്തെ വ്യൂ പോയിൻ്റ് കൂടി കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. ഇങ്ങോട്ട് വരുന്ന അത്രയും വഴി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഒന്നൊന്നര കിഴിലായിരുന്നു. ഭയങ്കര പൊടിയാണ് കേട്ടോ. റോസ്മല വ്യൂ പോയിൻറ്റിലേക്ക് ഒരു തിരിഞ്ഞ ഒരു വഴിയുണ്ടേ, ആ വഴി ഇങ്ങോട്ട് കയറി ഭയങ്കര പൊടി. മറ്റേ ബൈക്കിൽ കയറി പോയാൽ പൊടിയാണ്, അതിൻ്റെ പുറകെ പോയാൽ ഭയങ്കരമായിട്ട് പൊടിയടിക്കും. ഞാനൊരു പെപ്സി മേടിച്ചിട്ടുണ്ടായിരുന്നേ, അത് ഞാനിങ്ങനെ മടി വെച്ചേക്കും. അത് കാരണം നമുക്ക് അധികം സ്പീഡിൽ പോകാനൊക്കത്തില്ല. എൻ്റെ ബാഗിനകത്തിട്ടാണ്, ബാഗിനകത്താണല്ലോട്ട് അടയുമില്ല. അത് കാരണം ഇതിങ്ങനെ മടി വെച്ചേക്കോ. ഇതുപോലത്തെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തെറിച്ച് താഴെ പോകും. അപ്പോൾ നമ്മൾ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയായിട്ടാണോ അതിലെ കൂടെ കയറിപ്പോയേ? സമ്മതിക്കണമല്ലോ. ആഹാ, അതോ തിരിച്ചോണ്ട് പോരുവാണോ അവർ? കേട്ട് കയറിപ്പോയോ? സമ്മതിക്കണം അവരെ. എവിടാ മോളിൽ കയറി പോണോ? അങ്ങനെ നമ്മൾ റോസ്മല എത്തി ഗൈസ്. വലിയ മലയൊന്നും അല്ലല്ലോ ഇത്. നമ്മൾ റോസ്മലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലോട്ട് നടന്നു പോകാൻ. മുകളിലോട്ട് ഒത്തിരി നടന്നു പോകണ്ടോ ചേച്ചി? 100 മീറ്റർ അങ്ങോട്ട് നടന്നു പോകണ്ട കേട്ടോ. എത്ര രൂപ ടിക്കറ്റ് റേറ്റ്? ഒരാൾക്ക് 83 രൂപ കേട്ടോ ഒരാൾക്ക്. അതിനുള്ളതുണ്ടോ നോക്കട്ടെ വന്നിട്ട് പറയാം. പൈസ തിരിച്ചിറങ്ങും കേട്ടോ. റോസ്മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും മുകളിൽ എന്താണോ കാണാനുള്ളത്? താഴെ ഏത് ഡാമാ ബ്രോ? മുകളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ.
കൊള്ളാം കൊള്ളാം, സൂപ്പർ. വലിയ ഡാമേണ്ടാണുള്ളത്. ഏതാ മണിയാറ് ഇവിടെ അല്ലല്ലോ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ ഇത് ഏത് ഡാമിൻ്റെ റിസർവയർ? ഏത് ഡാമിൻ്റെ ഇത്? തെന്മല ഡാം. തെന്മല ഡാമിൻ്റെ റിസർവയറാണ് കേട്ടോ കാണുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. കാണാം. ഇനി മോളിൽ വ്യൂ പോയിന്റ് വല്ലതും ഉണ്ടോ? ചെറുപ്പനാണ് വ്യൂ ഉള്ള ഇറവില്ലേ? ആ അവിടെ വ്യൂ ഉള്ള. ആ അവിടെ ഡാം, അവിടെ കണ്ടല്ലേ ഡാം? ഉണ്ട് അങ്ങോട്ട്. എനിക്ക് അവിടെ ആയിരിക്കും ഡാം. നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്? ഇവിടെ വ്യൂ. ഗെയ്സ് ഒരു രക്ഷയില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യൂ പോയിന്റ് അല്ലേ? അല്ലേ? നമ്മളാ കാൽവരി മൗണ്ടൊക്കെ പോകത്തില്ലേ, ആ സെയിം സാധനം തന്നെ. പക്ഷേ ഇത്രയും ഭാഗത്തേ ഉള്ളൂ ആ പാടെ കാണാൻ പറ്റുന്ന ഏരിയ. അങ്ങോട്ടൊന്നും പോകത്തില്ല, അവിടെ എല്ലാം കാടാ, ഫുള്ള് കാടാ. നമ്മൾ ഈ നിൽക്കുന്ന ഇത്രയും ഭാഗത്ത് മാത്രം എന്നാലേ കാണത്തുള്ളൂ. അത് കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ. മഴക്കാലത്ത് വന്നാൽ പൊളിയായിരിക്കും അല്ലേ? മഴക്കാലത്താണ് ചുമന്ന് കിടക്കും വെള്ളം. ആ കാണുന്നതെല്ലാം വനമാണ് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്നതുണ്ടോ? ഫുള്ള് വനം. അടിപൊളി കാടെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാടാണ്. ഇങ്ങോട്ട് നോക്കി, ആ സൂര്യൻ്റെ വെട്ടമടിച്ചിട്ട് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടത്. അത് ഒന്നൊന്നര പൊളിയാണ് കേട്ടോ. ക്യാമറയ്ക്കകത്ത് ഇത്രയും ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അടിപൊളി. ഇതാണ് അപ്പോൾ റോസ് മല കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറിയ ഒരു വ്യൂ പോയിൻ്റാണ്. ഇതിൻ്റെ മുകളിൽ കയറത്തില്ലേ? ആ ഇത് കൊള്ളാം കേട്ടോ. താഴത്തേനേക്കാളും വ്യൂ ഉണ്ട് ഇവിടെ. കണ്ടോ കണ്ടോ കണ്ടോ, അതൊരു ഒന്നൊന്നര പൊളിയാണ് കേട്ടോ. നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഇത്രയും ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഈ കാഴ്ചയെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതൊരു വേറൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. വേറെ സംതൃപ്തി എന്നൊക്കെ പറയത്തില്ല. നമ്മൾ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഇത്രയും വലിയ വ്യൂ ഇല്ലെങ്കിലും നമ്മൾ ഹാപ്പി ആയിരിക്കും. കാഴ്ചയല്ലല്ലോ നമ്മളെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനകത്താണ് നമ്മളെ ഒരു ഹാപ്പിനെസ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും വലിയ അടിപൊളി വ്യൂ ഒന്നും ഇല്ലെങ്കിലും നമ്മളൊക്കെ ആയിരിക്കും. കുറേ നാളായിട്ട് ചാനലിനകത്ത് അനക്കമൊന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. റോസ് മല കേട്ടോ, തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണേ. ഇവിടുന്ന് അങ്ങോട്ട് സിപ്പ് ലൈനൊക്കെ കൊണ്ട് പൊളിയായിരിക്കും. മറ്റേ കേബിൾ കാറൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടുന്നില്ലേ, നമ്മളിപ്പോൾ ഈ നിൽക്കുന്നിടത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് കേബിൾ കാർ സെറ്റ് ചെയ്യണം. എൻ്റെ പൊന്നെ, ഇവിടെ ആൾക്കാരുടെ ബഹളമായിരിക്കും. ആ കാണുന്ന ആ തുരുത്ത് കണ്ടോ, ആ കാണുന്ന തുരുത്ത് അവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കേബിൾ കാർ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, അത് ഒന്നൊന്നര പരിപാടിയായിരിക്കും. എത്ര രൂപ ഉണ്ടാക്കാമെന്നറിയാമോ? അതിനെപ്പറ്റിയൊന്നും ആരും ആലോചിക്കുന്നേ ഇല്ല. ഒരു 3-4 കേബിൾ കാർ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കയറ്റി വിട്ടാൽ മതി. ക്യാഷാണ് മോനെ, ക്യാഷ്. ഒരാൾക്കൊരു 1000 രൂപ വെച്ച് മേടിച്ചാലും നഷ്ടമൊന്നുമില്ല. 10 പേര് ഒരു ദിവസം കയറിയാൽ പോരെ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ അതിനെപ്പറ്റി ആലോചിക്കുവാണെങ്കിൽ നല്ല കാര്യം. കണ്ടോ കിടക്കുന്നത് അടിപൊളി വ്യൂ. ഇതാണ് റോസ് മലയുടെ കാഴ്ചകൾ കേട്ടോ. അപ്പം വേറെ പരിപാടികളൊന്നുമില്ല അവിടെ. ആ വെള്ളം, റിസർവയറിൻ്റെ വെള്ളം കിടക്കുന്ന സെറ്റപ്പേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നും അവിടെ കാണാനില്ല കേട്ടോ. അപ്പോൾ അത് വന്ന് കണ്ടിട്ട് പോകാം റിലാക്സായിട്ട്. ഒന്നെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം വരണം. ഈ സമയത്ത് ഒരു ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് കേട്ടോ. അല്ല പിന്നെ മഴക്കാലത്തൊക്കെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും റോസ് മലയുടെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ റോസ് മലയുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവർക്കും ബൈ.